ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിന് താഴെ വന്ന് ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഈരാറ്റുപേട്ട ഇപ്പോൾ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള. കാരണം അവിടെ വരുന്നവർക്കും അവിടെ ജീവിക്കുന്നവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈരാറ്റുപേട്ട മാറി എന്നുള്ളതാണ്. പലരും ചോദിക്കുന്നത് അവിടെ തീവ്രവാദമുണ്ട്. അവിടുത്തെ ജനങ്ങളെ ഒന്നുമല്ല നമ്മൾ പറയുന്നത്, ഈ മതത്തെ തീവ്രമായി വിശ്വസിച്ച് അത് അവിടുത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് അവർ പറയുന്ന നിയമം നടപ്പിലാക്കണമെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമായി ഈരാറ്റുപേട്ട മാറി എന്നുള്ളതാണ്. അത് വൃത്തിയാക്കാൻ കേന്ദ്രസേന വരണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. ഇത്തരം ഇടങ്ങൾ പൊതുവെ വൃത്തിയാക്കി എടുക്കുന്നത് അമിത്ഷായും മോദിയും ഒക്കെയാണ്. അവർ വരാൻ സാധ്യതയുണ്ടോ ഈരാറ്റുപേട്ടയിലേക്ക്? തീർച്ചയായിട്ടും വന്നല്ലേ മതിയാവും. വരുത്തുന്നതിന് വേണ്ടിയുള്ള പണിയാണല്ലോ നടത്തുന്നത്. കാരണം ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഇവരുടെ പലരുടെയും, അതായത് ഈ ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും പലരുടെയും ബോധമില്ലാത്തവനാണല്ലോ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. ആ ബോധമില്ലായ്മയുടെ ഒരു അറിവാണ് ഈ കേരളം എന്ന് പറയുന്ന ഇടം ഗർഭപാത്രം പോലെ സുരക്ഷിതമാണ്. എന്നാൽ ഇവർ ഈ പറയുന്ന ഈരാറ്റുപേട്ടയിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ PFI തന്നെയാണ്, SDP തന്നെയാണ്. അവിടെ പലയിടങ്ങളിലും ഈരാറ്റുപേട്ടയിൽ SDPIയുടെ നിയന്ത്രണത്തിൽ എന്ന് പറയുമ്പോൾ അവർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ വരെയുണ്ട്. ആ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയിലുടനീളം ഇരിക്കുന്ന ഒരു ഭരണഘടനയും ആ രീതിയിൽ ഭരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും ഉള്ളത് കൊണ്ടാണ്. അവരുടെ മനസ്സിൽ ആ ജനാധിപത്യമോ അല്ലെങ്കിൽ ആ സിസ്റ്റമോ ഒന്നും ഉൾക്കൊണ്ടുകയല്ല, നിവർത്തികേട് കൊണ്ട് ആ ഒരവസ്ഥയിലാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അപ്പം അങ്ങനെ ഭരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞാൽ അവരുടെ സർവാധിപത്യത്തിലുള്ളതാണ്. അവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇടമാക്കി മാറ്റുകയാണ്. പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ തിട്ടൂരവും ഇസ്ലാമിസ്റ്റുകളുടെ തിട്ടൂരവും ഒക്കെ പറയുമ്പോൾ മതരാഷ്ട്ര സ്വഭാവം, അതായത് അവർ ഭരിക്കുന്ന ഇടത്ത് ഒരു പ്രത്യേക മതം മാത്രം ഉണ്ടാവുക, അതല്ല മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ മതത്തിൻ്റെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരിടമാക്കി മാറ്റുക. അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, അവരുടേതായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ രീതികൾക്കനുസരിച്ച് തന്നെ മതേതരത്വ ജനാധിപത്യ സംവിധാനമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കത്തില്ല. ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ളവരെല്ലാം പൊക്കോണം, അല്ലെങ്കിൽ ആ ഇടം അവർക്കുള്ളതല്ല, അവരെ അവിടെ നിർത്തിപ്പൊരിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊറുപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. അവരെ അവസ്ഥയിലും ഏത് രീതിയിലും അവിടുന്ന് പായിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും. അത് കൊന്നായാലും അല്ലെങ്കിൽ പേടിപ്പിച്ചായാലും പിടിച്ചെടുത്തായാലും ആ രീതിയിലേക്ക് പോകും. അത് ഇസ്ലാമിസ്റ്റ് അജണ്ട. അതുകൊണ്ടാണ് തന്നെ ആദ്യം പറഞ്ഞത്, അവിടെ ചില ഇടങ്ങളിൽ ചില തിട്ടൂരങ്ങളുണ്ട്. അവിടെ താമസിക്കുന്നവർ അതനുസരിച്ച് താമസിച്ചോണം, അവിടെ ചെല്ലുന്നവരതനുസരിച്ച് നിന്നോണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ആക്സിഡൻറ്റ് വന്നപ്പോൾ വണ്ടി ആക്സിഡൻറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിയമം കേരള സർക്കാരിനും ഇന്ത്യ ഗവൺമെൻറ്റിനും ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇവിടെ എങ്ങനെ വേണമെന്നുള്ള കാര്യം ഞങ്ങൾ നോക്കും. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ പിള്ളേർ കൊണ്ടുവന്ന് ചിലപ്പോൾ വണ്ടി നിങ്ങളുടെ മുമ്പിൽ ഇടിക്കും, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. ആ പിള്ളേർക്ക് 15 വയസ്സോ 14 വയസ്സോ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അവരെ വെറുതെ വിട്ടിരിക്കണം. ആ വിഷയം കൊണ്ട് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ നിയമവ്യവസ്ഥയുടെ മുമ്പിലോ ചെന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. ആ രീതിയിലേക്ക് അവിടുത്തെ പോലീസ് സംവിധാനത്തെയും നിയമവ്യവസ്ഥയും ഗവൺമെൻറ് വ്യവസ്ഥയും വരെ ഉരുത്തിരിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ബലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് ഈ PFI 2047 ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്നാണ് പറഞ്ഞത്. ഏകദേശം അതിൻ്റെ അങ്ങേയറ്റം വരെ ഇപ്പോഴും മാന്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ ഉള്ള പോലെ ഈ പല ഇതുപോലെയുള്ള സംഘടനകൾ ഉണ്ടായിരുന്നല്ലോ, സിമി, കുമി, മമി, അങ്ങനെ പലതും ഉണ്ട്. ഇതിൻ്റെ പേര് ഇന്ത്യ തകർക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ രാജ്യം വരുവായിരുന്നു. അപ്പോൾ ഇതിനെയെല്ലാം പിടിക്കുമ്പോൾ ഇത് വേറെ പേരിൽ വരും. അപ്പം പിടിച്ചതിന് ശേഷം സിമിയെ പിടിക്കുമ്പോൾ സിമി നിരോധിക്കുമ്പോൾ സിമി നിരോധിക്കും, അല്ല അത് വരുമ്പോൾ അങ്ങനെ PFI ആവും, അല്ല NDF ആവും. ഇങ്ങനെ വന്നിട്ട് അതിനകത്ത് നാൾ ഇങ്ങോട്ട് കയറുക. നിരോധിച്ചു എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്യും, പുതിയ കാര്യം മാത്രം ഗവൺമെന്റ് ചെയ്യും. അതിനുശേഷം ഈ നിരോധിക്കുന്നത് നിവർത്തികേട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും. ആ നിരോധിക്കുന്ന ആൾക്കാർ തന്നെ പറയും നിങ്ങൾ വേറെ സംഘടന ഉണ്ടാക്കി, ഇതെല്ലാം കൂടെ അതിനകത്ത് പോകും. പക്ഷെ ഇപ്പോഴത്തെ നിരോധനം അങ്ങനെയല്ല.
2047 കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് കായികമായിട്ട് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ പരേഡും ഒക്കെ നടത്തി. ആഗസ്റ്റ് 15 എന്തൊരു പരേഡായിരുന്നു. പരേഡും ഒക്കെ നടത്തി ഇരുന്ന നേതാക്കന്മാർ, ഈ പരേഡും ഒക്കെ ഉണ്ടാക്കിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത്തരത്തിൽ മാനസികാവസ്ഥയിൽ വളർത്തിയെടുത്തവർ, അല്ലെങ്കിൽ ഇവിടെ ആരുണ്ടെന്ന് അവർക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ ഈ പ്രത്യേക ഇടങ്ങൾ കേരളത്തിൽ പലയിടത്തും ഉണ്ടാക്കി ശക്തമാക്കി അതിനെതിരെ വരുന്ന പോലീസ് ഓഫീസർമാരെ വെല്ലുവിളിച്ചു, അതിനെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരെ വെല്ലുവിളിച്ചു, അവരുടെ ഒരുപക്ഷെ RSSകാരനെ വെല്ലുവിളിച്ചു, BJPക്കാരനെ വെല്ലുവിളിച്ചു, അവൻ്റെ വീട് ഉൾപ്പെടെ സ്കെച്ച് ചെയ്ത്, എന്ന് വെച്ചാൽ നിന്നെ ഞങ്ങൾക്കെതിരെ നീങ്ങിയാൽ നിന്റെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലും. ഏറ്റവും അവസാനം ആലപ്പുഴയിൽ തലയിൽ കൂടം കൊണ്ടടിച്ച സംഭവം വരെ നമ്മൾക്കറിയാമല്ലോ. ആലപ്പുഴ കടപ്പുറത്താ പറഞ്ഞത്, അരിയും മലരും കരുതി വെച്ചോ കാലന്മാർ വരുന്നുണ്ട്. ആലപ്പുഴയിൽ ഒരു BJPക്കാരനായിട്ടുള്ള RSSകാരനായിട്ടുള്ള ആർക്കും ഉപദ്രവമില്ലാത്ത, എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ആളിന്റെ വീട്ടിൽ കയറി കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് തലയ്ക്ക് കൂടം കൊണ്ടടിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ ഈ ശരീരം കണ്ടാൽ പോലും PFIക്കെതിരെയും ഈ പറയുന്ന SDPIക്കാരനെതിരെയും ഒരാൾ ചലിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. വെട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ തെങ്ങേൽ കൊത വെട്ടുന്ന കണ്ടുണ്ടോ? അതുപോലെ വെട്ടുന്നത്. കാരണം ഈ മുറിവ് കണ്ടാൽ ഇത് PFIക്കാരനാണ് വെട്ടിയത്. അത് കണ്ടുകൊണ്ട് വീണ്ടും ഒരു പ്രശ്നത്തിന്, അതായത് ഒരു കാര്യം ചെയ്യുന്നത് പോലും അത്രയ്ക്ക് ക്രൂരമായിട്ട്, അതായത് അവർക്കെതിരെ നീങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിലേക്കുള്ള ഭയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുകയായിരുന്നു. വെളുപ്പം കാലത്ത് പെണ്ണുപിള്ളയുടെ കൂടെ കിടന്നപ്പം അണ്ടർവെയർ പോലും ഇടാൻ പറ്റാതെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോയത്. ഇപ്പം എവിടാന്നറിയത്തില്ല. എന്നാൽ നേതാക്കന്മാർ നിങ്ങളുടെ വീട് എനിക്കറിയോ, നാട് എനിക്കറിയോ, എൻ്റെ അച്ഛനെ എനിക്കറിയോ എന്നൊക്കെ പറഞ്ഞവന്മാർ ഇപ്പോൾ എവിടെ കിടക്കുമെന്ന് അറിയത്തില്ല. അതിൻ്റെ ബാക്കി പത്രമാണ് ഈരാറ്റുപേട്ടയിൽ നരേന്ദ്രമോദിയും വരും, അമിത്ഷായും വരും, യോഗി ആദിത്യനാഥും വരും. അവർ വരുമെന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് വരേണ്ട കാര്യമില്ല. ഇതുപോലെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആൾ വരും. മനസ്സിലായില്ലേ? ഇതിനെക്കാട്ടി വലിയ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢമായിട്ടുള്ള നീക്കമാണ്. വിശാലമായിട്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. കാരണം മദിനി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കരുനാഗപ്പള്ളി. ഏറ്റവും അറിയാവുന്ന അടുത്ത പ്രദേശമാണ്. ഇയാൾ ഇതുപോലെ ഭീകരവാദ പ്രവർത്തനം, തടിയൻ്റെ അവിടെ നസീറിനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു കേട്ടായിരുന്നു, ഞാൻ മദനിയുടെ പ്രസംഗം കേട്ട് തീവ്രവാദിയായത്, ഞാൻ അതിൻ്റെ ദാഷ്ട. അങ്ങനെ ആയിരക്കണക്കിന് അത്തരത്തിൽ മാനസികാവസ്ഥയുള്ളവരെ വാർത്തെടുക്കുന്നതിന് വളരെ കാലം പണിപ്പെട്ട ഒരുത്തനാണ് ഈ മദനി. അയാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ സാന്ത്വനപ്പെട്ടെന്ന് പറയുന്നു പല ബാംഗ്ലൂര് ബസ് സ്ഫോടന കേസിൽ അകത്തായി കിടക്കുന്നത്. അത് തന്നെ. അയാൾ ഇപ്പൊ സ്വാതന്ത്ര്യപ്പെട്ടു, സന്യാസിയായി, ശ്രീബുദ്ധനായെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയും ഇരിപ്പുണ്ട്. എന്തായാലും വയ്യാതിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞത്, ഇയാള് കരുനാഗപ്പള്ളി ഏരിയ, എൻ്റെ തന്നെ ഒരു പ്രത്യേക ഏരിയ ഇവർക്കുണ്ടായിരുന്നു. ഇയാളുടെ ഒരു ആശ്രമ കാര്യങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ എപ്പോഴും കാണും. 3 നേരം ഭക്ഷണം കാണും. ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. നമ്മൾ ജയിലിന് പോലും ഇല്ല ഇത്രയും മതിൽ. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അവിടെയാണ് പണ്ട് നോട്ട്, നമ്മുടെ ഈ കണ്ടെയ്നർ നോട്ട് വന്നെന്ന് പറഞ്ഞു, 500 നോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കുന്ന എപ്പോഴാണെന്ന് അറിയാം. നമ്മൾ എപ്പോൾ പറയുമ്പോഴും UDFൻ്റെ കാലത്ത് കണ്ടെയ്നർ നോട്ട് വന്ന് അവിടെ കരുനാഗപ്പള്ളിയിൽ 1 സെന്റ് വസ്തുവിന് എത്ര വില കൊടുത്താൽ ലക്ഷക്കണക്കിന് കൊടുത്താലും മേടിച്ചോളൂ. കാരണം പൈസ എവിടുന്നാ വരുന്നത്? നോട്ട് നിരോധനത്തിന് മുമ്പ് ഈ പൈസ എവിടുന്ന, അല്ലെങ്കിൽ കണക്കിലുള്ള കാശും ഇങ്ങനെ ചോദ്യമൊന്നുമില്ല. ഇപ്പോഴേ വസ്തു വിൽപ്പനയ്ക്ക്. എന്നിട്ട് പ്രധാനമായിട്ട് ഇവർ വാരിക്കൂട്ടുന്ന പറഞ്ഞാൽ കടലോര പ്രദേശം, മനസ്സിലായില്ലേ? കടലിനോട് തീരപ്രദേശം. അതായത് വളരെ പ്ലാൻഡ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ. തീരപ്രദേശത്ത് എന്തിനാ? നേരത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബോംബെ സ്ഫോടനത്തിന് എളുപ്പമുണ്ട്. തീരപ്രദേശം. എന്നിട്ട് ഈ പ്രദേശത്ത് ഇവർ മാത്രമാവുക. വേറെ ഒരു ജാതിക്കാരോ ഒരു മതക്കാരോ മറ്റു ആൾക്കാരോ ഒന്നുമില്ല. അവരുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് ചോദിക്കും, നിങ്ങൾ ഈ വസ്തു തരുന്നുണ്ട്, എത്ര രൂപ വേണം? 2 സെന്റ് വില മാത്രമുള്ള വസ്തുവിന് നിങ്ങൾ 20 ലക്ഷം രൂപ ചോദിച്ചാലും തരും. പക്ഷേ തരത്തില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ അവരവിടുന്ന് ഓടിച്ചിരിക്കും. അവിടെയാണ്, കരുനാഗപ്പള്ളിയിലാണ് നമ്മൾ ഏറ്റവും അവസാനം PFIക്കാരനെ പിടിച്ചപ്പോൾ ആയുധ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓഫീസ് PFIയുടെ അവിടുന്ന് പിടിച്ചെടുത്ത് പറഞ്ഞില്ലേ, അവിടുന്നാണ് ആയുധ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് അവരുടെ ഇടമാക്കി മാറ്റുക. അതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഈരാറ്റുപേട്ടയിൽ PC ജോർജും ഷോൺ ജോർജും ഒക്കെ നേരത്തെ സംസാരിച്ചല്ലോ. ഈരാറ്റുപേട്ടയിൽ ഈ രീതിയിലുള്ള ഒരു പ്രത്യേക മതവിഭാഗം ആ പ്രദേശവും അവിടെ ഭീകരവാദവും തീവ്രവാദവും വളർത്താൻ ശ്രമിക്കുന്നു. മറ്റു പല ജാതികളെയും അവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട അവിടെ കൂടുതലുള്ളതായിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. അവരുടെ പല പള്ളികളും വേണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് പള്ളിയിൽ പ്രാർത്ഥന നടക്കേണ്ട, ഇനി പള്ളി ഇവിടെ വേണ്ട, പള്ളിയിൽ പോകുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലെ കാര്യങ്ങൾ. പള്ളിയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ആണല്ലോ പോകുന്നത്.
നിരന്തരം പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ജീവന് ഭീഷണി വരുന്ന അവസ്ഥ വന്നാൽ ഇതേ രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ പള്ളിക്കകത്ത് സ്കൂട്ടർ കയറ്റി കുർബാന നടക്കുന്ന സമയത്ത് അട്രോസിറ്റി ഉണ്ടാക്കുക, ചോദിക്കാൻ പള്ളിയിലച്ഛനെ ആക്രമിക്കുക, അതിന് ഒത്താശ പിടിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടാവുക, ഇപ്പോഴത്തെ മന്ത്രി വാസം ഉൾപ്പെടെയാണ്. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഓപ്പറേഷൻ വളരെ കാലമായിട്ട് അവിടെ നടക്കുകയാണ്. അതിനകത്ത് ഈ PFI നിരോധനത്തിന് ശേഷവും വളരെ കൃത്യമായിട്ട് നിരീക്ഷണം ഉണ്ടായിട്ടും കേരളത്തിൽ ഇങ്ങനെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും ഇത് വളർത്തിയെടുത്തുകൊണ്ട് വരുന്നു. ഒരു ഭയവുമില്ലാതെ STP ഇതിന് കൃത്യമായിട്ട് ഫണ്ടുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ ആളുണ്ട്. ഈരാറ്റുപേട്ട അപ്പോൾ ഇത് കൂടിക്കൂടി വരുമ്പോൾ എവിടം വരെ വരുമെന്നറിയണമല്ലോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഈ BJPയുടെയും RSSൻ്റെയും ഇന്ത്യയിലുടനീളമുള്ള ഇതിനെക്കാട്ടി വലിയ ഇടമായിട്ടുള്ള കാശ്മീർ അവർ കൈകാര്യം ചെയ്ത ഏറ്റവും അവസാനം മമതാ ബാനർജി ഇപ്പോൾ കിടന്ന് മുട്ടയിടുന്ന കണ്ടോ? അവർക്ക് ഭ്രാന്തായി. കാരണം മമതാ ബാനർജി വിചാരിച്ചിരുന്നു അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്, അവർക്ക് ഇതുപോലെ ഭീകരവാദികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും വെച്ചിട്ട് ആ പ്രദേശം മൊത്തം പിടിച്ചെടുക്കാം, അവിടുത്തെ ഹിന്ദുക്കളെ മൊത്തം ഇല്ലായ്മയും ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കുക, മറ്റ് പലതുമൊക്കെ തീരുമാനിച്ചപ്പോൾ ഏറ്റവും അവസാനം എവിടം വരെ ഉണ്ടെന്ന് നോക്കി, മര്യാദയ്ക്ക് പലവട്ടം പറഞ്ഞു നോക്കി, ആ ഒരു മര്യാദ നടക്കാതെ വന്നപ്പോൾ അവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ പട്ടാളം ഇറങ്ങിയാൽ തീരുന്ന കാര്യമൊക്കെ ഉള്ളൂ, ഇവിടുത്തെ പോലീസ് ഇറങ്ങിയാൽ തീരുന്ന കാര്യമൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി ഉള്ള സംവിധാനം ഉണ്ട്. അതാണ് നേരത്തെ പല ജയശങ്കർ പറഞ്ഞു, അവലും വരവും കുന്തിരിക്കും ഒക്കെ കാര്യമൊക്കെ ശരിയാ, നിനക്ക് ഇതിൻ്റെ വൃത്തിയായിട്ടുള്ള കാര്യം അറിയത്തില്ല. കാരണം ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യത്തിനെ പോലീസിനെയും പട്ടാളത്തെയും ഒന്നും അറിയത്തില്ല. അത് ഇറങ്ങിക്കഴിയുമ്പം ഈ സോക്കേടും ഈ മുദ്രാവാക്യമൊക്കെ മാറും. അപ്പം ഈരാറ്റുപേട്ട ഞാനീ പറഞ്ഞു വന്നത് അവിടെ ചില ഇടങ്ങളിൽ അവരുടേതാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ആയുധ പരിശീലനം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പം തന്നെ PFI നിർത്തിയതിന് ശേഷം വേറെ അവരുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നടക്കുന്നു, അല്ലെങ്കിൽ അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണെന്ന് പറയുന്നു. അതിന് വ്യക്തത വന്നിട്ടില്ല. അപ്പം ഇത് ഇവിടം കൊണ്ട് തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവർക്ക് ഇവിടെ അല്ലല്ലോ പരിപാടി. ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരുത്ത് പറഞ്ഞല്ലോ, എന്താ ഈ കലിമ ചൊല്ലിയില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തായത്, കലിമ ചൊല്ലിയില്ലാത്തവനെ 10 or 20 ഹിന്ദുക്കളെ കൊന്നു കഴിയുമ്പോൾ ഭയന്ന് ചൊല്ലിക്കോളും. ആ മാനസികാവസ്ഥ ഉള്ളവർ മതേതര കേരളത്തിൽ വലിയ വലിപ്പത്തിലുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ PC ജോർജും ഷോൺ ജോർജും പറഞ്ഞത്. അതാണ് പള്ളിയിൽ ഈ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ പള്ളിക്കകത്ത് പറഞ്ഞതിനകത്ത് ചോദ്യം ചെയ്യാൻ SDPക്കാരൻ മാർച്ച് നടത്തിയത്. അതാണ് പള്ളിയിൽ ഈ പറയുന്ന സ്കൂട്ടർ ഓടിച്ചു കയറ്റി പ്രാർത്ഥന നടന്നുകൊണ്ട് ഇപ്പം പള്ളിയിലച്ചം എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചത്ത് സ്കൂട്ടർ വെച്ചത്. ഇത് തുടർന്നു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇത് ഞാനിവിടെ പോയിട്ടുണ്ട് ഈ പ്രദേശത്ത് വലിയ വിഷയമാണ്. ഇറച്ചിക്കടകൾ ചില പ്രത്യേക വിഭാഗക്കാരാണ് നടത്തുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം. ഇവരെയൊക്കെ കണ്ടാൽ തന്നെ പേടിയാവുന്ന രീതിയിലാണ്, എന്തിനേയും വെല്ലുവിളിക്കാവുന്ന മാനസികാവസ്ഥയിലാണ്. എവിടുന്നൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പണം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വലിയ രീതിയിലേക്കുള്ള ഒരു സെറ്റപ്പാണ് അവിടെ. അതായത് പിടിച്ചെടുത്തിരിക്കും, അല്ലെങ്കിൽ അവരുടെ തിട്ടൂരമനുസരിച്ച് കൊണ്ടുപോയിരിക്കും എന്നുള്ള രീതിയിലേക്ക് ബലം പിടിച്ചു പോകുന്ന ഒരവസ്ഥ പണ്ട് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള അവസ്ഥ. ഇത് ആലപ്പുഴയിൽ തീരദേശം കൈയടക്കുന്നതിന് വേണ്ടി, പിടിച്ചടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി. വിഴിഞ്ഞമ്മളിലെ പ്രശ്നമുള്ള ഇടമുണ്ടായിരുന്നല്ലോ, അവിടുത്തെ ആൾക്കാർ പറഞ്ഞില്ലേ, നേരത്തെ ആ പ്രദേശത്ത് ചില പ്രത്യേക വിഭാഗങ്ങൾ ചില കപ്പലുകൾ വന്നെടുക്കുകയും അതിനകത്ത് ചില നോട്ടിങ് വന്നതിന് ശേഷമാണ് അവിടെ ഈ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് ആ പ്രദേശം വേണമെന്ന് പറഞ്ഞ് മസിൽ പിടിച്ചതെന്ന്. അതായത് ഇത് വളരെ വൃത്തിയായിട്ട് ദീർഘമായിട്ട് ചില ഉദ്ദേശങ്ങളോട് കൂടി തന്നെ നമ്മൾ പറയത്തില്ലേ, അവർ പറഞ്ഞില്ലേ 2047 ഞങ്ങൾ പിടിക്കും, അതിന് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അല്ലെങ്കിൽ കായികമായിട്ട് അത് ചെയ്തിരിക്കും. അതിന് ഏതാണ്ട് ഒരു 150 കോടി ജനം ഉള്ളിടത്ത് ഒരു 10 കോടി ജനത്തെ പോലും വേണ്ട ഒരു രാജ്യം അട്ടിമറിക്കുന്നതിനും കലാപത്തിൽ കൂടി പിടിച്ചെടുക്കുന്നതിനും എന്നുള്ള രീതി ഇവർ താലിബാൻ ഉൾപ്പെടെ ഇവിടുത്തെ കാണിച്ചതാണ്. അതാണ് അവർ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അത് നടക്കത്തില്ല എന്ന് കണ്ടു. ആ ഉള്ളവനെയൊക്കെയാണ് വെളുപ്പാങ്കാലത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അണ്ടറിടാൻ സമ്മതിക്കാതെ കൊണ്ടുപോയത്. ഇപ്പോൾ എവിടെ കിടക്കുവാന്ന് അറിയാത്തത്. അത് ഈരാറ്റുപേട്ടയിലെ പ്രശ്നം തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് തീർക്കേണ്ട സമയത്ത് തീർന്നോളും, വരേണ്ടവർ വന്നോളും. ഇത് ഇപ്പോൾ ആദ്യം ചോദിച്ചത് മോദിയും അമിത്ഷായും ഒക്കെ ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. 8:30 മണിക്ക് ഓഫീസിൽ കയറിയിട്ട് 8:30 മണിക്ക് ചോറും കൊണ്ട് വന്ന് ഓഫീസിൽ കയറി 8:30 മണിക്ക് പോകുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇതിനെക്കാട്ടി വലിയ പ്രശ്നമുള്ള പല സംസ്ഥാനങ്ങളും ഉണ്ട്. ആ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് എവിടൊക്കെ എന്തൊക്കെ ഏത് മൂലയിൽ പ്രശ്നമുണ്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് പോംവഴി ഉണ്ടാക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയും അത്തരത്തിലുള്ള അജിത് ഡോവലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ ഉള്ള ഇടത്താണ് ഒരു ഈരാറ്റുപേട്ട. എൻ്റെ പൊന്ന് തന്നെ, അതങ്ങ് തീർന്നോളും, അതങ്ങ് തീർത്തോളും. അത് അവർക്കൊന്ന് വന്ന്
ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് പെൻഡിങ് ഇരിക്കുന്നു.